OLTP ആൻഡ് OLAP സിസ്റ്റം. നമുക്കിത് മനസ്സിലാക്കാനായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ബില്ലിംഗ് സ്ക്രീനിലേക്ക് വരാം. ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ബില്ലിംഗ് സ്ക്രീനിൽ നമ്മൾ കാണുന്നത് ഇതുപോലെ ഒരു ട്രാൻസാക്ഷൻ ഡാറ്റ ആയിരിക്കും. ഇതുപോലെ കുറെ ഡാറ്റാസ് ടൈപ്പ് ചെയ്തിട്ട് ഇതിനെ എൻ്റർ ബട്ടൺ ചെയ്യും. ഈ എൻ്റർ ബട്ടൺ അടിക്കുമ്പോൾ ഈ ഡാറ്റ എവിടെയെങ്കിലും പോയി സേവ് ആവണം. ആ സേവ് ആവുന്ന സിസ്റ്റമാണ് OLTP സിസ്റ്റം, ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ എല്ലാ ഡാറ്റയും ഈ സിസ്റ്റത്തിന്റെ അകത്താണ് ഇരിക്കുന്നത്. ഇനി ഇമാജിൻ ഒരു ദിവസം നമ്മുടെ കമ്പനിയുടെ CEO വന്നിട്ട് ഒരു റിപ്പോർട്ട് വേണം, ക്വാർട്ടർലി സെയിൽസ് റിപ്പോർട്ട് വേണം, അല്ലെങ്കിൽ ആനുവലി സെയിൽസ് റിപ്പോർട്ട് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ റിപ്പോർട്ട് ബിൽഡ് ചെയ്യുന്നത് ഈ ഡാറ്റയുടെ മുകളിലാണ്. സോ നമ്മളൊരു റിപ്പോർട്ടോ ഗ്രാഫോ എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ ഡാറ്റേനെല്ലാം ഫെച്ച് ചെയ്യുമ്പോൾ ഈ സിസ്റ്റം സ്ലോ ആവും. ഈ സിസ്റ്റം സ്ലോ ആവുമ്പോൾ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ സിസ്റ്റവും സ്ലോ ആവും ആൻഡ് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ബിസിനസിന്റെ ഓവറോൾ എഫിഷ്യൻസിനെ തന്നെ അത് എഫക്ട് ചെയ്യും. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ സിസ്റ്റത്തിന്റെ OLTP സിസ്റ്റത്തിന്റെ ഒരു എക്സാക്ട് റീപ്ലിക്ക നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതായത് ഇതിലുള്ള എല്ലാ ഡാറ്റയും എല്ലാ ദിവസവും വൈകുന്നേരം ആവുമ്പോൾ ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ OLTP സിസ്റ്റത്തിലുള്ള അതേ സെയിം ഡാറ്റ തന്നെ നമ്മുടെ OLAP സിസ്റ്റത്തിലും ഉണ്ടാവും. ഇതിനെ നമ്മൾ ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇതിന്റെ ഒറ്റ ഒരു പർപ്പസേ ഉള്ളൂ, റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു ഗ്രാഫോ റിപ്പോർട്ടോ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മളുടെ OLTP സിസ്റ്റത്തിന്റെ എഫിഷ്യൻസിനെ എഫക്ട് ചെയ്യണില്ല. ഇതുപോലുള്ള ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടോളൂ.